ഇവിടെ 3 തരം അവിൽ മിൽക്ക് ഉണ്ട്, നോർമല്, സ്പെഷ്യല്. അങ്ങനെ ഗൈസ് 2-3 ദിവസം നല്ല കണ്ടിന്യൂസ് മഴയാണ്, ഒന്നും പറയാനേ ഇല്ല. കുട്ടികൾക്ക് സ്കൂളും ഇല്ല, ഒന്നുമില്ല. വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക, പുറത്തിറങ്ങാനേ പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് പനിയെല്ലാം പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എല്ലാ ലീവ് ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്നിപ്പോൾ മാറ്റുന്ന സ്കൂളുണ്ട്, രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റോഡിന് കൊണ്ടുവിട്ടാണ് വന്നത്. കാരണം റോഡ് ഏതാ കുളം ഏതാ ഒന്നും മനസ്സിലാകുന്നില്ല, മൊത്തം വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് പിന്നെ രാവിലെ പോകുമ്പോൾ തന്നെ വെള്ളത്തിലെല്ലാം കയറുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അവിടെ അവനെ കൊണ്ടുവിട്ടിട്ട് ഇപ്പം വന്ന്, അങ്ങനെ അവനെ കൊണ്ടുവിട്ട് വന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് മഴയൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ചെടിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂട്ട്സിലിട്ടിട്ടാണ് ചെടിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ ഭാഗത്ത് മൊത്തം വെള്ളക്കെട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ ബോഗൻവില്ലേൻ്റെ കട്ടിങ് വെക്കൽ. ഞാനിട്ട് പിന്നെ തുടങ്ങിയതാണ് വെക്കാൻ വേണ്ടി. അപ്പോഴേക്കാണ് പനി പിടിച്ചത്. അപ്പോൾ പനി പിടിച്ചിട്ട് ഞാൻ വൈകുന്നേരം ഒന്ന് വന്ന് നോക്കിയില്ല, കുറച്ച് കട്ടിക്കും കൂടി വെക്കാൻ തീർത്താളയാൻ വിചാരിച്ചിട്ട്. പക്ഷെ നോക്കുമ്പോൾ എനിക്ക് തീരെ കഴിയുന്നില്ല, ഭയങ്കര ഇങ്ങനെ വിറക്കുന്ന പോലെയാണ്. പിന്നെ അത് അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട് തോന്നുന്നു, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വെയിലുണ്ടെങ്കിൽ കുറച്ച് വെച്ച് തുടങ്ങണമല്ല, വെച്ച് തീർക്കണം. എന്ന് വെച്ചാൽ ഇനിയും വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇവിടുത്തെ വെള്ളക്കെട്ട് ഞാൻ കാണിച്ചു തരാമല്ലോ. ഇതാണ് ഇവിടുത്തെ വെള്ളക്കെട്ട്. ബൂട്ട്സ് ഇട്ടുകൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് നടക്കാൻ പറ്റും. നമ്മളെ ഷീറ്റെല്ലാം പൊന്തി കിടക്കാന്ന്. ബോഗൻവില്ല ഇടലിൽ ഇങ്ങനെ കുറേ ഭാഗം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയും കൂടെ വെക്കണം. നമ്മൾ കട്ടിങ്ങിൽ പിടിപ്പിക്കുന്നത് ഇതുപോലത്തെ സോയിലെസ് മിക്സിലാണ്. ഇതിൽ മണ്ണുണ്ടാവില്ല, മണ്ണില്ലാത്ത മിക്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് വിൽപ്പനയും ചെയ്യുന്നുണ്ട്. കിലോയ്ക്ക് 80 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് DM ചെയ്തോളൂ, അപ്പോൾ ഞാൻ അയച്ചു തരാം. ഈ മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പെട്ടെന്ന് വേരോട്ടവും നടക്കും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് കട്ടിങ്ങെല്ലാം വെച്ച് മണ്ണ് തീർന്നേന്. ഇപ്പോൾ മണ്ണെടുത്ത് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടി. അപ്പോൾ ഏതായാലും വൈകുന്നേരം ഇനി വെക്കാൻ വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒന്ന് ടൗണിൽ പോകാനുണ്ട്, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി. നെക്സ്റ്റ് വീക്ക് നമ്മൾ CRF മെമ്പർ മാഹിയിലുള്ള റോഷനൻ്റെ വീട്ടിൽ കൂടലാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. ഞാനും അമ്മീഷും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവൾ ടൗണിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൗണിൽ നിക്ഷാനിൽ പോയിട്ട് വേണം ഗിഫ്റ്റ് വാങ്ങിക്കാൻ. എന്താണെന്നല്ല, ഇപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര കതുപ്പ്. അതുകൊണ്ട് ഈ പനീൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്തെങ്കിലും ജോലിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് കിടക്കാൻ തുടങ്ങും. മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഉണ്ടാവില്ല. എന്തോ ഭാഗ്യത്തിൽ ഞാൻ ഇന്നലെ മാറ്റുവിൻ്റെ യൂണിഫോം ഇസ്തിരി ഇടുമ്പോൾ എൻ്റെ ടോപ്പും കൂടി ഇസ്തിരി ഇട്ട് വെച്ച്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ പോകുന്നത് ക്യാൻസലാക്കേണ്ടി വരും. എല്ലാം ചുരുണ്ട് പിടിച്ചിട്ടേ ഉള്ളത്, എല്ലാം മടക്കി വെക്കുന്നതുകൊണ്ട് എല്ലാം ചുരുട്ടിയ പോലെ ഉണ്ട് അതിന്. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കലാണ്. നമ്മൾ മെയിൻ റോഡ് എത്തുന്നതിന് മുമ്പുള്ള റോഡാണിത്. മഴ പോയി കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ മഴ നല്ലോണം പെയ്യുമ്പോൾ ഈ വീട്ടിലേക്കോ എല്ലാം ആയിട്ട് കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നടന്നു പോക്കുന്നതാണ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ മാച്ചുവിനെ കൊണ്ടുവിട്ടത്. മഴ നല്ല പറഞ്ഞാൽ നല്ല കിടക്കാച്ച് മഴയാണ്. ഓഹോ, ഒന്നും പറയണ്ട. അമീഷക്കുട്ടി ഇരിക്കണ്ട, നല്ല അടിപൊളി മഴയല്ലേ. വരുന്നത് ക്ലോക്ക് സ്കൂട്ടറിൽ വന്നേ. നല്ല കാശുണ്ടാവും. അമീഷയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് നോക്കുന്നുണ്ട്. ഓൺലി ദാറ്റ്സ് നല്ല ലൈറ്റല്ലേ. നമ്മളതിൽ എന്തോ ഹോം അപ്ലയൻസസ് വാങ്ങിക്കാൻ വേണ്ടി കണ്ണൂരിലെ നിക്ഷാനിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നല്ല സർവീസാണ് ബെറ്റർ ആകേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ എവിടുന്നും വാങ്ങിക്കാം, പക്ഷേ സർവീസ് പോക്കാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവരെ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എപ്പം വിളിച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസം തന്നെ ഇവർ വന്നിട്ട് സർവീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇവിടുന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ. സ്റ്റോക്കിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ 2 ആൾ വന്നിട്ട് തന്നെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിട്ടാണ് ലാസ്റ്റ് സെലക്ട് ചെയ്തത്.
വീട്ടിലെത്തിയപാട് തന്നെ ഉണ്ടല്ലോ ബൈക്ക് എടുത്തിട്ട് പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പോയെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ വീട്ടിൽ കൂടലിന് പോകുമ്പോൾ കാർ എടുത്തിട്ട് പോകാമെന്നാണ്. അപ്പോൾ അത് കുഞ്ഞോട് വിളിച്ചിട്ട് പറഞ്ഞ അല്ല, നമുക്കൊന്ന് പിറ്റേ ദിവസം പിന്നെ രാത്രിയാണ് ഫംഗ്ഷൻ വീട്ടിൽ കൂടലൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് അവിടെ സ്റ്റേ അടിച്ച് പിറ്റേന്ന് വരാനുള്ള പ്ലാനാണ്. അപ്പോൾ പിറ്റേന്ന് അവിടെ അടുത്തുള്ള പിന്നെ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട് അവളെ വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർ എടുക്കേണ്ട ബൈക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ബൈക്കിനാണെങ്കിൽ ചെറിയൊരു മിസ്സിങ് പ്രോബ്ലം ഉണ്ടായിട്ട് ഞാനത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ മഴ കാരണം കൊണ്ടുപോകാനും പറ്റിയില്ല. അപ്പോൾ ഇതിന് മുന്നേ ഇതേപോലെ പിന്നെ അവഞ്ചറിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു വണ്ടിയെല്ലാം എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിലുണ്ടായത്. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല മിസ്സിങ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന് ലാസ്റ്റ് അതിൻ്റെ കാർബറേറ്റർ പോയതാണ് മനസ്സിലായത്. കാർബറേറ്ററിൻ്റെ പ്രോബ്ലം ആണെന്നുള്ളത്. അപ്പം ആ സമയം അതിന് വാറണ്ടി ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ പിന്നെ പാർട്സ് മാറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പൈസ ഒന്നും കൊടുക്കേണ്ട വന്നിട്ടില്ല. ചെറിയൊരു 100 രൂപ അങ്ങനെയൊക്കെ കൊടുക്കേണ്ട വന്നിട്ടില്ല. ശേഷം പിന്നെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വീണ്ടും അത് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആ സാധാരണ പിന്നെ വണ്ടി സർവീസിന് കണ്ണൂരാണ് നോക്കല്. നമുക്ക് ശരിക്കും പഴയങ്ങാടിയിൽ നിന്ന് എളുപ്പമെങ്കിലും പിന്നെ ഡോമിനറിൻ്റെ സർവീസ് നമ്മൾ പഴയങ്ങാടിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് വെക്കുന്നതല്ലേ, ഒരുമിച്ചല്ല. ഒന്ന് കൊണ്ടുവച്ച് രണ്ടാമത്തെ എടുക്കാൻ പോകുമ്പോൾ പിറ്റേ ദിവസം മറ്റേത് കൊണ്ടുവെക്കും. അങ്ങനെയൊന്നും സർവീസ് ചെയ്യും. അപ്പോൾ വെച്ചാൽ ഇന്ന് ഞാൻ ടൗണിൽ വിളിച്ച് നോക്കുമ്പോഴേക്കും അവിടെ സർവീസിൽ ഫുള്ളാണ്. മറ്റന്നാളെ കൊണ്ടുപോകാനായിരുന്നു. അപ്പം പിന്നെ നടക്കൂല. ഏതായാലും ഇന്നൊന്ന് പഴയങ്ങാടി പോയി നോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് കുറേ ആയി വരാത്ത പിന്നെ കാരണം ഡോമിനറിൻ്റെ സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഈ വഴിക്ക് വരാൻ പറ്റത്തില്ല. കുറച്ച് ഒരു 1.5 വർഷം, അതായത് കഴിഞ്ഞ ലഡാക്കിൽ പോകുന്നതിന് മുന്നേ വരാണ്ടതാണ്. അപ്പോൾ പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ ഷോറൂമും പിന്നെ അതുപോലെ തന്നെ സർവീസ് സെൻറ്ററും എല്ലാം കമ്പനി ഒഴിവാക്കിയിട്ട് പോയി. അപ്പം പിന്നെ ഇവിടെ ഇപ്പോൾ വർക്ക്ഷോപ്പ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ കമ്പനീൻ്റെ അല്ല. അപ്പോൾ ഏതായാലും എന്നെ പരിചയമില്ലോട്ട് പിന്നെ അവർ പറഞ്ഞാൽ ഏതായാലും ഞാൻ ഓടിച്ച് നോക്കട്ടെ, എന്താ കംപ്ലൈൻറ്റ് നോക്കട്ടെ എന്നാലും മറ്റേ എടുത്ത് പോയിട്ടുണ്ട്. പോയി വന്നപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ കാർബറേറ്ററിൽ കരട് കുടുങ്ങിയിട്ടായിരിക്കും പ്രശ്നം. പിന്നെ ചെറിയൊരു മിസ്സിങ്ങേ കാണുന്നുള്ളൂ. ഏതായാലും അതൊന്ന് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇവിടുന്ന് ക്ലീൻ ചെയ്യുക. കാരണം വേറെ വർക്ക്ഷോപ്പ് നമ്മളെ കമ്പനി വർക്ക്ഷോപ്പ് കണ്ണൂരും അല്ലെ പയ്യന്നൂരും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നാളെ ഏതായാലും നാദപുരം പോകുന്നതല്ലേ, അപ്പോൾ വഴിയിൽ നിന്ന് എന്തെങ്കിലും പെട്ടതിന് പണിയാവുന്ന. അത് സൺഡേയും കൂടിയാണ്. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, മഴയും പിന്നെ എല്ലാ കാലാവസ്ഥയെല്ലാം പോക്കാണ്. അങ്ങനെ നമ്മൾ നല്ല കുട്ടപ്പനായിട്ട് നമ്മൾ അവഞ്ചർ ചെയ്ത പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പല പമ്പൊന്നും പിന്നെ അടിക്കുന്ന പെട്രോളല്ല. അപ്പോൾ ഏതെന്നാലും ഇങ്ങനെ കരട് വരുന്നതായിരിക്കും. എന്തായാലും ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. വെള്ളമിറങ്ങിയെന്ന് പറഞ്ഞ സ്ഥലമാണ്. ചെറുന്ന് തറയിലെത്തുന്നതിന് മുന്നേ ഉള്ള ബസ് സ്റ്റോപ്പിലാണ്. ഞാനിപ്പോൾ ഇതിൽ പാസ് ചെയ്യുമ്പോൾ കഴിക്കണമെന്നെല്ലാം വിചാരിക്കാം. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എപ്പോൾ ഇത് കൂട്ടിയിട്ടുണ്ടാവും. അതൊക്കെ വന്ന് ഈ ഒരു സമയമാകുമ്പോൾ തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് അവിൽ മിൽക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ 3 തരം അവിൽ മിൽക്ക് ഉണ്ട്. നോർമലി, സ്പെഷ്യലി, പ്രീമിയം. ഞാൻ പ്രീമിയമാണ് ഓർഡർ ചെയ്തത്. ഇതിലാകുമ്പോൾ കൂടുതൽ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. Okay, then see you next vlog. Till then, take care. Bye bye. Thank you for watching.